ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കാരാഗ്വയിൽ കത്തോലിക്ക വിരുദ്ധ നടപടികൾ ധാരാളമായി നടക്കുന്നു. ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ബിഷപ്പ് കാർലോസ് ഹെരേരയെ നാടുകടത്തിയത് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി കാണാം. പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗ ഭരണകൂടത്തിന്റെ കത്തോലിക്ക വിരുദ്ധ നടപടികളിൽ ഏറ്റവും പുതിയതാണിത്. സഭയ്ക്കെതിരെ അന്യായമായി ചുമത്തുന്ന രാജ്യദ്രോഹ നടപടികളുടെ ഭാഗമായി ഡാനിയൽ ഒർട്ടേഗ ഭരണകൂടം ജിനോട്ടേഗയിലെ ബിഷപ്പായ കാർലോസ് ഹെരേരയെ ഗ്വാട്ടിമലയിലേക്ക് നാടുകടത്തുകയായിരുന്നു. ബുധനാഴ്ചയായിരുന്നു സംഭവം. 2021 മുതൽ നിക്കാരാഗ്വയൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റാണ് ബിഷപ്പ് കാർലോസ്. ഒർട്ടേഗ ഭരണകൂടം നാടുകടത്തുന്ന മൂന്നാമത്തെ ബിഷപ്പാണ് അദ്ദേഹം. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് നവംബർ 10-ന് ബിഷപ്പ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കവേ ഒർട്ടേഗ അനുകൂലിയായ നഗരമേയർ പുറത്ത് ഉച്ചത്തിൽ സംഗീത പരിപാടി നടത്തുകയായിരുന്നു. വിശുദ്ധ കുർബാനയർപ്പണം തടസ്സപ്പെടുത്തുന്ന ഈ നടപടിയെ ബിഷപ്പ് അൾത്താരയിൽ നിന്ന് വിമർശിച്ചു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടായത്. ബുധനാഴ്ച ബിഷപ്പുമാരുടെ കോൺഫറൻസിൽ പങ്കെടുത്ത അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി നാടുകടത്തുകയായിരുന്നു. ഗ്വാട്ടിമാലയിലെ ഫ്രാൻസിസ്കൻ സന്യാസ കേന്ദ്രത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. 2018-ൽ പ്രസിഡന്റ് ഒർട്ടേഗയുടെയും വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ റൊസാരിയോ മുറില്ലോയുടെയും രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടന്നിരുന്നു. ഇതിനെ സഭ പിന്തുണച്ചു എന്നാരോപിച്ചാണ് ഭരണകൂടം സഭയ്ക്കെതിരെ നടപടികളെടുക്കാൻ തുടങ്ങിയത്. ജനാധിപത്യം പുലരുന്നതിന് രാജ്യത്തെ ജനങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ കത്തോലിക്ക സഭ അസന്നിഗ്ധമായി പിന്താങ്ങിയതോടെ ഭരണകൂടം നടപടി കടുപ്പിച്ചു. നിരവധി കത്തോലിക്ക സന്യാസിനികളെയും വൈദികരെയും മെത്രാന്മാരെയും തടങ്കിലാക്കുകയും കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നടക്കുന്ന കത്തോലിക്ക വിരുദ്ധ നയങ്ങളിൽ അവസാനത്തെ നടപടിയാണ് നിക്കാരാഗ്വയിലെ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് കൂടിയായ ബിഷപ്പ് കാർലോസ് ഹെരേരയുടെ നാടുകടത്തൽ.